Hello students, in this video we'll cover what is socialism, its features, merits and demerits. We were discussing about the economic system and cooperation. Economic systems, we know that we have capitalism, socialism, mixed economic system as we follow in India, and communism is there, and cooperation is also a way of it's also an economic system that can be adopted. Generally we have socialism and capitalism and communism. In the previous videos we have covered what is capitalism, its features, and then its merits and demerits. In this video we are going to cover socialism as an economic system and its features, merits and demerits. Socialism means the system under which economic system is controlled and regulated by the government so as to ensure welfare and equal opportunity to the people in a society. The idea of socialism was first introduced by Karl Marx and Friedrich Engels in their book The Communist Manifesto. The word socialism means all things to all men. According to Samuelson, socialism refers to the government ownership of the means of production, planning by the government and income distribution. ഇപ്പോൾ സോഷ്യലിസം എന്ന് പറയുന്നതിനകത്ത് ക്യാപിറ്റലിസത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ക്യാപിറ്റലിസത്തിൽ മാർക്കറ്റ് ഇക്കോണമിയാണ്, കൺസ്യൂമറാണ് രാജാവ്, എല്ലാം ഇൻഡിവിജ്വൽസിന് അവരുടേതായ റൈറ്റ്സ് ഉണ്ട് ഫോർ എക്വയറിങ് പ്രോപ്പർട്ടി, ഫോർ ഡൂയിങ് എക്കണോമിക് ആക്ടിവിറ്റീസ്, എല്ലാത്തിനും. ഇതിന് നേരെ ഓപ്പോസിറ്റാണ് സോഷ്യലിസം എന്ന് പറയുന്നത്. സോഷ്യലിസത്തിലെല്ലാം എവ്രിതിങ് ഈസ് കൺട്രോൾഡ് ബൈ ദ സ്റ്റേറ്റ്, കൺട്രോൾഡ് ബൈ ദ ഗവൺമെൻറ്. അപ്പോൾ ആർക്കും അവിടെ ഇൻഡിവിജ്വലിസത്തിന് ഒരു റോളും ഇല്ല. അവിടെ എല്ലാം എന്താണ്? ഗവൺമെൻറ്റാണ്. എവ്രിതിങ് ഈസ് ഓൺഡ് ബൈ ദ ഗവൺമെൻറ് ആൻഡ് എവ്രി വൺ ഈസ് ഗിവൻ ഈക്വൽ കൺസിഡറേഷൻ. അപ്പോൾ ഈക്വാലിറ്റി എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഈസ് ആക്ച്വലി ത്രൂ സോഷ്യലിസം. സോഷ്യലിസത്തിനെ എപ്പോഴും നമ്മൾ പറയുക ഉട്ടോപ്പിയൻ സോഷ്യലിസം എന്നാണ്. എന്തുകൊണ്ടാണ് ഉട്ടോപ്പിയൻ സോഷ്യലിസം എന്ന് പറയുന്നതെന്ന് വെച്ചാൽ അതൊരു ഉട്ടോപ്പിയൻ ഐഡിയ ആണ് എന്നൊക്കെ പറയുന്നത് വെച്ചാൽ വിച്ച് കനോട്ട് ബി മെയ്ഡ് പ്രാക്ടിക്കൽ. അപ്പോൾ സോഷ്യലിസം വന്നിട്ടുള്ള രാജ്യങ്ങളിലൊക്കെ അത് വലിയ വലിയ പ്രശ്നങ്ങളിലേക്കും ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻസിലേക്കൊക്കെയാണ് പോയിട്ടുള്ളത്. ഇപ്പോൾ ചൈന നമ്മുടെ മുമ്പിലൊരു എക്സാമ്പിളാണ്. ചൈനീസ് പീപ്പിൾ ഡസൻറ്റ് ലൈക്ക് സോഷ്യലിസം. നമുക്ക് നമ്മുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചാണല്ലോ നമ്മളെല്ലാം വളരുന്നത്. പക്ഷേ അവിടെ ഇഫ് ദ ഗവൺമെൻറ് ഫീൽസ് ദാറ്റ് ദിസ് ഇൻഡിവിജ്വൽ ഇസ് ഫിറ്റ് ഫോർ അത്ലറ്റിക്സ്, he will be trained in athletics. If he or she is not interested, his or her interest is not at all of concern to the government. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അതൊരു ഹ്യൂമൻ റൈറ്റ്സ് വയലേഷനും കൂടെയാണ്. സോ ഇപ്പോൾ അതിനകത്ത് കുറേയൊക്കെ ചെറിയ ചെറിയ ചേഞ്ചസ് ഒക്കെ വന്നു. അതുകൊണ്ടാണല്ലോ ചൈനയിൽ അവർ ചൈനീസ് അല്ലാതെ വേറൊരു ലാംഗ്വേജും പഠിക്കാൻ പാടില്ല എന്നൊക്കെയായിരുന്നു ആദ്യം. ഈവൻ ഇൻ്റർനെറ്റിൻ്റെ അകത്ത് നമുക്കിവിടെ സൈറ്റിൽ നമ്മൾ സെർച്ച് ചെയ്താൽ കിട്ടുന്ന എല്ലാ സൈറ്റ്സൊന്നും ഇറ്റ്സ് നോട്ട് അവൈലബിൾ ദേ. അവിടെ എല്ലാത്തിനകത്തും റെസ്ട്രിക്ഷൻസ് ആണ്. ഗവൺമെൻറ് പെർമിറ്റ് ചെയ്താൽ യു ക്യാൻ, അതർവൈസ് യു കൻ നോട്ട്. അതാണ് കണ്ടീഷൻ. അപ്പോൾ സോഷ്യലിസം എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു എക്കണോമിക് സിസ്റ്റമാണ്. ദെൻ മൂവിങ് ഓൺ ടു ദ ഫീച്ചേഴ്സ്. വൺ ഈസ് collective ownership. In socialism, all means of production are owned by the community, that is government, and no individual can hold private property beyond certain limit. ചെറിയ ലിമിറ്റ്, ആൻഡ് ദാറ്റ് ലിമിറ്റ് ഈസ് ഓൾസോ ഫിക്സ്ഡ് ബൈ ദ ഗവൺമെൻറ്. ഗവൺമെൻറ് ഫിക്സ് ചെയ്യുന്ന ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റിനപ്പുറത്തേക്ക് ആൾക്കാർക്ക് പ്രൈവറ്റ് പ്രോപ്പർട്ടി ഓൺ ചെയ്യാൻ സാധിക്കില്ല. കളക്റ്റീവാണ് ഓണർഷിപ്പ്. Therefore, it is government who utilizes these resources in the interest of social welfare. അപ്പോൾ അവിടെ എല്ലാ പ്രോപ്പർട്ടീൻ്റെയും ഓണർഷിപ്പ് എന്ന് പറയുന്നത് കളക്റ്റീവ് ഓണർഷിപ്പാണ്. ഗവൺമെൻറ്റാണ് ഡിസൈഡ് ചെയ്യുക വാട്ട് ടു ഡൂ വിത്ത് സച്ച് ആൻഡ് സച്ച് പ്രോപ്പർട്ടി. അവിടെ നമുക്കൊരു ചെറിയ ലിമിറ്റിലധികം നമുക്കൊന്നും ഓൺ ചെയ്യാൻ സാധിക്കില്ല, ഇങ്ങനെ അക്യൂമുലേറ്റ് ചെയ്യാനൊന്നും സാധിക്കില്ല, ആസ് ഇൻ ദ കേസ് ഓഫ് ക്യാപിറ്റലിസം. ദെൻ ഇക്കണോമിക്, സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഇക്വാലിറ്റി. ദിസ് ഈസ് ദ നെക്സ്റ്റ് ഫീച്ചർ. എല്ലാത്തിലും ഈക്വാലിറ്റി ഉണ്ടാവും. എക്കണോമിക്, സാമ്പത്തികമായിട്ട്, സാമൂഹികമായിട്ടും രാഷ്ട്രീയപരമായിട്ട് ഒറ്റൊന്നേ ഉണ്ടാവുള്ളൂ, വേറെ ഒന്നും ഇല്ല അതിനകത്ത്. നോ വൺ ടു ക്വസ്റ്റ്യൻ. അണ്ടർ സോഷ്യലിസം ദർ ഈസ് ഓൾമോസ്റ്റ് ഈക്വാലിറ്റി ബിറ്റ്വീൻ റിച്ച് ആൻഡ് പുവർ. ദർ ഈസ് നോ പ്രോബ്ലം ഓഫ് ക്ലാസ് സ്ട്രഗിൾ. ഈ ക്ലാസ് സ്ട്രഗിൾ ഉണ്ടാവില്ല കേട്ടോ, അതൊരു പോസിറ്റീവ് സാധനമാണ്, ക്ലാസ് സ്ട്രഗിൾ ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത്. ദെൻ തേർഡ് ഈസ് ഇക്കണോമിക് പ്ലാനിങ്. പ്ലാനിങ് ഒബ്വിയസ്ലി ആരായിരിക്കും ചെയ്യുക? ഗവൺമെൻറ് ആയിരിക്കും. അണ്ടർ സോഷ്യലിസം
Government fixes certain objectives. In order to achieve these objectives, government adopts economic planning. All types of decisions regarding the central problems of an economy are taken in the economic plans. അപ്പോൾ എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ് എന്താണെന്ന് നിശ്ചയിക്കുന്നത് ഗവൺമെൻറ്റാണ്, അതിനു വേണ്ടി പ്ലാൻ ചെയ്യുന്നതും ഗവൺമെൻറ്റാണ്, അതിന് വേണ്ടി തീരുമാനങ്ങളെടുക്കും, ഇംപ്ലിമെൻറ്റേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതൊക്കെ ഗവൺമെൻറ്റാണ്. ഒരു വൺ മാൻ അപ്രോച്ചാണ്. ദർ ഈസ് എ സെൻട്രൽ പ്ലാനിങ് അതോറിറ്റി ഹു പ്ലാൻസ് ഫോർ ദ ഇക്കോണമി. ഈ ഒരു ആസ്പെക്റ്റ്, ഈ പ്ലാനിങ്ങിൻ്റെ ഈ ഒരു ആസ്പെക്റ്റ് ആയിരുന്നു ഇന്ത്യ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്, സെൻട്രലി പ്ലാൻ ചെയ്യുന്നത്. അതിപ്പോൾ നമ്മൾ നീതി ആയോഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതെല്ലാം തല്ലിപ്പൊളിച്ച് കളഞ്ഞു. ബട്ട് ഇക്കണോമിക് പ്ലാനിങ് എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ സോഷ്യലിസത്തിൽ നിന്നാണ് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ഇക്കണോമിക് പ്ലാനിങ്. ദെൻ നോ കോമ്പറ്റീഷൻ. ഒബ്വിയസ്ലി എല്ലാം ഗവൺമെൻറ്റാണ് ഓൺ ചെയ്യുന്നത്, ആർക്കും പ്രൈവറ്റ് ഓണർഷിപ്പ് അധികം ഇല്ല, ലിമിറ്റിലപ്പുറത്തേക്കില്ല. വാട്ട് ബിസിനസ് ഐ ഹാവ് ടു ഡു ഇസ് ഡിറ്റർമിൻഡ് ബൈ ദ ഗവൺമെൻറ്. അപ്പോൾ അവിടെ എന്തില്ല, വലിയ കോമ്പറ്റീഷൻ ഇല്ല, ഒന്നുമില്ല. സോ നോ കോമ്പറ്റീഷൻ. അൺലൈക്ക് ക്യാപിറ്റലിസ്റ്റ് ഇക്കോണമി ദർ ഇസ് നോ കട്ട് ത്രോട്ട് കോമ്പറ്റീഷൻ. ഇറ്റ് മീൻസ് ലാക്ക് ഓഫ് കോമ്പറ്റീഷൻ ആസ് എ സ്റ്റേറ്റ് ഇസ് എ സോൾ ഓൺടർപ്രണർ. ഗവൺമെൻറ്റാണ് സോൾ ഓൺടർപ്രണർ എന്ന് പറയുന്നത്, അതുകൊണ്ട് ലാക്ക് ഓഫ് കോമ്പറ്റീഷൻ. ദെൻ പോസിറ്റീവ് റോൾ ഓഫ് ഗവൺമെൻറ്. In socialism, government plays significant role in decision making. Thus, government has complete control over economic activities like distribution, exchange, consumption, investment and foreign trade. എല്ലാ മേഖലയിലും ഗവൺമെൻറ് ആണ് സുപ്രീം, അവർ പറയുന്നതാണ് നടക്കുക. Then work and wages according to the ability and needs. In socialistic economy, work is according to ability and wage according to need. നമുക്ക് എന്താണോ ഗവൺമെൻറ്റിന് തോന്നുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുന്നു, ഗവൺമെൻറ്റിന് തോന്നുന്നത് നമുക്ക് തോന്നുന്നതല്ല. ഗവൺമെൻറ് എന്താണോ തോന്നുന്നത് അതാണ് നമ്മുടെ എബിലിറ്റിക്ക് അനുസരിച്ച് അവർ തരുന്ന വർക്ക്. ആൻഡ് നമ്മളുടെ കൈൻഡ് ഓഫ് ജോലിക്ക് എന്ത് വേജ് എന്നുള്ളതല്ല, നമ്മുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ചാണ് വേജ്. അപ്പോൾ ആ ആവശ്യം എന്നുള്ളത് തീരുമാനിക്കുന്നത് ആരാണ്? ഗവൺമെൻറ്റാണ്. അപ്പോൾ വേജ് അക്കോർഡിംഗ് ടു നീഡ്. ഇറ്റ് ഈസ് സെഡ് ദാറ്റ് അണ്ടർ സോഷ്യലിസം ഫ്രം ഈച്ച് അക്കോർഡിംഗ് ടു ഹിസ് എബിലിറ്റി ടു ഈച്ച് അക്കോർഡിംഗ് ടു ഹിസ് നീഡ്സ് ഇസ് സോഷ്യലിസം. ഇതാണ് അതിൻ്റെ ഒരു മോട്ടോ പോലെ സ്റ്റേറ്റ്മെൻറ്റ്. ഫ്രം ഈച്ച് അക്കോർഡിംഗ് ടു ഹിസ് എബിലിറ്റി, ഓരോരുത്തരും അവരവരുടെ കഴിവിനനുസരിച്ച് കോൺട്രിബ്യൂട്ട് ചെയ്യുകയും ടു ഈച്ച് അക്കോർഡിംഗ് ടു ഹിസ് നീഡ്സ്, ഓരോരുത്തർക്കും അവരുടെ ആവശ്യത്തിനനുസരിച്ച് കൊടുക്കുകയും. ഇപ്പം 10 ആളുള്ള ഒരു ഫാമിലിയിലുള്ള മെമ്പർ ആണെങ്കിൽ അയാൾ എന്ത് ജോലി ചെയ്യുന്നു എന്നുള്ളതല്ല, അയാൾക്ക് 10 ആൾക്കുള്ള ശമ്പളം അല്ലെങ്കിൽ 10 ആളുടെ വോൺസ് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള രീതിയിൽ അയാൾക്ക് വേജസ് കൊടുക്കും. പക്ഷേ 2 ആളുള്ളതാണെങ്കിൽ ഈവൻ ദോ ഹീ ഈസ് ഡൂയിങ് എ വെരി ഡിഫിക്കൽട്ട് കൈൻഡ് ഓഫ് ജോബ്, അപ്പോഴും അയാൾക്ക് ആ 2 ആൾക്ക് ജീവിക്കാനുള്ളത് മാത്രമേ അയാൾക്ക് കൊടുക്കുള്ളൂ. ഇതാണ് അവിടെയുള്ള വേറൊന്ന്, വർക്ക് ആൻഡ് വേജ് അക്കോർഡിംഗ് ടു എബിലിറ്റി ആൻഡ് നീഡ്സ്. ദെൻ മാക്സിമം സോഷ്യൽ വെൽഫെയർ, അതൊരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റാണ്. സാമൂഹികമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങളും നിറവേറ്റിത്തരും. ദ സോൾ ഒബ്ജക്റ്റീവ് ഓഫ് സോഷ്യലിസം is the maximum social welfare of the society. It means that there is no scope of exploitation of labor class. Government keeps a close eye on the needs of poor masses while formulating plans. പാവപ്പെട്ടവർക്ക് നല്ല കൺസിഡറേഷൻ കിട്ടുന്നതാണ് ഇത്. ഇത്രയാണ് ഫീച്ചേഴ്സ്. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല തോന്നുന്നു. അതായത് എല്ലാം കളക്റ്റീവ് ഓണർഷിപ്പാണ്, എല്ലാ ഡിസിഷൻസും പ്ലാനിങ്ങും ഒക്കെ നടത്തുന്നത് ഗവൺമെൻറ്റാണ്, സ്റ്റേറ്റാണ്. പിന്നെ വേജും വർക്ക് എന്നൊക്കെ പറയുന്നത് വർക്ക് അക്കോർഡിംഗ് ടു എബിലിറ്റി ആൻഡ് വേജ് അക്കോർഡിംഗ് ടു നീഡ് എന്നുള്ളതാണ് അവരുടെ മുദ്രാവാക്യം. പിന്നെ വെൽഫെയർ, സോഷ്യൽ വെൽഫെയറാണ്, നോ കോമ്പറ്റീഷൻ. ഇതൊക്കെയാണ് സോഷ്യലിസത്തിനെ ഗവേൺ ചെയ്യുന്ന ഫീച്ചേഴ്സ്. നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ മെറിറ്റ്സ് എന്ന് നോക്കാം. ബെറ്റർ അലോക്കേഷൻ ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. ഗവൺമെൻറ്റിന് അറിയാം, ആൾക്കാരുടെ ആവശ്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ ആ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് റിസോഴ്സസിനെ ബെറ്ററായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നു. In socialistic economy, resources are owned and controlled by state, so no wastage and duplication takes place. ഒരേ കാര്യങ്ങൾ തന്നെ പല സ്ഥലത്തൊന്നും ഉണ്ടാവില്ല. No duplication. There is no self-interest of private individuals, so no profit motive. അപ്പോൾ ഈ എക്സ്പ്ലോയിറ്റേഷനുള്ള സാധ്യതകളൊക്കെ കുറവാണ്. ലാഭ ഇച്ഛയില്ല ഉണ്ടാവുക. അവിടെ സെൽഫ് ഇൻട്രസ്റ്റ് ഇല്ല. നിങ്ങൾ എത്ര ലാഭം ഉണ്ടാക്കിയാലും യു ആർ നോട്ട് ഗോയിങ് ടു ഗെറ്റ്. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് മാത്രമേ കിട്ടുള്ളൂ. Then what to produce, how much to produce is done according to what is really useful to the people. ജനങ്ങൾക്ക് എന്താണോ ആവശ്യം, അല്ലാതെ നിങ്ങൾക്ക് ഏതാ ലാഭം ഉണ്ടാവുക എന്നുള്ളതല്ല. ക്യാപിറ്റലിസത്തിൽ അങ്ങനെയാണല്ലോ,
നിങ്ങൾക്ക് ലാഭം ഉണ്ടാവുന്നതാണ് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുക. മറ്റതിൽ അതല്ല, എന്താണോ ജനങ്ങൾക്ക് ആവശ്യമുള്ളത് അതാണ് പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ ബെറ്റർ അലോക്കേഷൻ ആൻഡ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. ദെൻ എലിമിനേഷൻ ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്. ഗവൺമെൻറ് തന്നെയാണ് എല്ലാം മീൻസൊക്കെ ഉണ്ടാക്കുന്നതെങ്കിൽ അവിടെ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു പ്രശ്നമില്ല. സെൻട്രൽ പ്ലാനിംഗ് അതോറിറ്റി ഓൺ ബിഹാഫ് ഓഫ് സ്റ്റേറ്റ് ഗിവ്സ് ബൂസ്റ്റ് ടു എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഗവൺമെൻറ് തന്നെ പ്രൊവൈഡ് ചെയ്യും. ഇറ്റ് ഓൾസോ എൻഷുവേഴ്സ് ദാറ്റ് all resources are put to their best use. Then no cyclic fluctuations. ശരിയാണ്, സൈക്ലിക്കൽ ഫ്ലക്ച്വേഷൻ, ബിസിനസ് ഫ്ലക്ച്വേഷൻസ് ഒക്കെ ഉണ്ടാവില്ലേ, നമ്മളെ ഡിപ്രഷൻ ബൂം എന്നൊക്കെ പറയുന്ന പോലെ. അങ്ങനെ ഒരു സാധനമൊന്നും ഉണ്ടാവില്ല. കാരണം എന്താണോ വേണ്ടത് അത് ആണ് ഗവൺമെൻറ് ഉണ്ടാക്കുക. അപ്പോൾ അവിടെ വലിയ ഇതിനകത്ത് ചേഞ്ചസ് വരുത്താനൊന്നും സാധ്യമല്ല, കോമ്പറ്റീഷൻസ് ഒന്നുമില്ല. അപ്പോൾ ഒരു രീതിയിലുള്ള ഒരു പ്രശ്നങ്ങളും വരില്ല, സൈക്ലിക്കൽ ഫ്ലക്ച്വേഷൻസ് ഒന്നും ഉണ്ടാവില്ല. As socialist economy is a planned economy, there is no surplus and deficiency which result in smooth working of the economy. There is no business fluctuation, cycles ഒന്നും ഉണ്ടാവില്ല. Then no class struggles. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മെറിറ്റാണ് ക്ലാസ് സ്ട്രഗിൾസ് ഉണ്ടാവില്ല എന്നുള്ളത്. നമ്മൾ പറഞ്ഞു എല്ലാ സ്ഥലത്തും ഈക്വാലിറ്റി ആണല്ലോ, അപ്പോൾ ക്ലാസ് സ്ട്രഗിൾസ് ഉണ്ടാവില്ല. There is collective ownership of different factors of production which ensures the best utilization of available resources of economy and equal distribution. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ റിസോഴ്സസും ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തുണ്ടാവില്ല, ക്ലാസ് സ്ട്രഗിൾസിനുള്ള സാധ്യതയില്ല. സോ ദർ ഇസ് നോ ഗ്യാപ്പ് ബിറ്റ്വീൻ ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട്. ക്യാപിറ്റലിസത്തിൽ അത് കുറച്ച് കൂടുതലാണ്. ദെൻ ലാസ്റ്റ് പോയിന്റ് ഇസ് റിഡക്ഷൻ ഇൻ ഇനീക്വാലിറ്റി ഓഫ് ഇൻകം. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റിനോട് ചേർത്തിട്ടുള്ള ഒരു പോയിന്റാണ്. ഇനീക്വാലിറ്റി ഓഫ് ഇൻകം ഉണ്ടാവില്ല, ചെറിയ വേരിയേഷൻസ് ഒക്കെ വന്നാലേ ഉള്ളൂ. സിൻസ് ദർ ഇസ് നോ ഗ്യാപ്പ് ബിറ്റ്വീൻ ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട്സ്, ദർ ഇസ് ഈക്വാലിറ്റി ഓഫ് ഇൻകം. ഈക്വൽ ചാൻസസ് ആർ ഗിവൻ ടു ഓൾ ഇൻ ഓൾ ഫീൽഡ്സ് ലൈക്ക് ഓക്യുപ്പേഷൻ, എഡ്യൂക്കേഷൻ എക്സെട്ര. എല്ലാത്തിലും എല്ലാവർക്കും ഒരേ സാധ്യതകളാണ് കൊടുക്കുക. ഇനി നമ്മൾ ഇത്രയൊക്കെ മെറിറ്റ്സാണ്, എല്ലാം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്, ബെറ്റർ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, പിന്നെ ഒരു ഫ്ലക്ച്വേഷൻസ് ഒന്നും ഉണ്ടാവില്ല, ഒരു അനിശ്ചിതത്വം ഉണ്ടാവില്ല, അങ്ങനെ എല്ലാം നല്ലത് എന്ന് ചിന്തിക്കുമ്പോഴാണ് അതിനകത്ത് കുറച്ച് ഡീമെറിറ്റ്സ് നമ്മൾ പറയുന്നത്. വൺ ഈസ് ബ്യൂറോക്രാറ്റൈസേഷൻ. ബ്യൂറോക്രാറ്റിക് കൺട്രോളാണ്. എന്താ ബ്യൂറോക്രസി എന്ന് പറയുന്നത്? ഇലക്റ്റഡ് മെമ്പേഴ്സ് അല്ലാതെ നമ്മുടെ ഗവൺമെൻറ് മെഷീനറി എങ്ങനെയാണോ ഫങ്ഷൻ ചെയ്യുന്നത്, ഇലക്റ്റഡ് മെമ്പേഴ്സ് അവിടെ ഒരു ഭാഗത്തുണ്ട്. അതല്ലാതെ എംപ്ലോയീസാണ്, എംപ്ലോയീസിൻ്റെ ഒരു ഹൈറാർക്കിയാണ് ഒരു ഇത് തീരുമാനിക്കുന്നത്. എന്തൊരു കാര്യം ഉണ്ടെങ്കിൽ ഒരു ഫയലിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ തീരുമാനിക്കുക ഈ ഹൈറാർക്കിയാണ്. അപ്പോൾ താഴെ തട്ടുന്ന മുകളിലെ തട്ടിലേക്ക് എത്തണം, മുകളിലെ തട്ടുന്ന അയാൾ സൈൻ ചെയ്ത് താഴെ തട്ടിലേക്ക് എത്തണം. ഇതൊരു ബ്യൂറോക്രസിയാണ്. അത് ഒരു വലിയ പ്രോബ്ലമാണ്. അപ്പോൾ അവിടെ എന്തായിരിക്കും, എല്ലാത്തിനും അതിൻ്റേതായ ഒരു ടെക്നിക്കൽ ഡിലേ എന്ന സാധ്യതയുണ്ട്. ദെൻ ലാക്ക് ഓഫ് ഇൻസെൻറ്റീവ്സ്. കാരണം അവിടെ പ്രോഫിറ്റ് എന്ന് പറയുന്ന ഒരു മോട്ടീവ് ഇല്ല, ഇൻഡിവിജ്വൽ ഓണർഷിപ്പോ റൈറ്റ് ടു അക്യുമുലേറ്റ് പ്രോപ്പർട്ടി ഒന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തുണ്ടാവില്ല, ആൾക്കാർക്ക് അങ്ങനെ വർക്ക് ചെയ്യാനുള്ളൊരു ഇൻസെൻറ്റീവ് ഉണ്ടാവില്ല. ഞാനെന്ത് ചെയ്തിട്ടാൽ ഇത്രയല്ലേ കിട്ടുള്ളൂ, അപ്പോൾ എങ്ങനെ വർക്ക് ചെയ്താലും ഇതേ ഉള്ളൂ എന്നുള്ളൊരു രീതി വരും. ദെൻ റെഡ് ടാപ്പിസം. ഒബ്വിയസ്ലി ആ ബ്യൂറോക്രാറ്റിക് രീതി ആയതിൻ്റെ ഭാഗമായിട്ടാണ് റെഡ് ടാപ്പിസം വരിക, ഓരോ ഫയൽ മൂവ്മെൻറ്റിന് സമയമെടുക്കുന്നത്. ദെൻ കോൺസെൻട്രേഷൻ ഓഫ് ഇക്കണോമിക് പവർ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ സ്റ്റേറ്റ്. എല്ലാ സാമ്പത്തിക ശക്തി എന്ന് പറയുന്നത് ഗവൺമെൻറ് മാത്രമാണ്. അവർക്ക് സാമ്പത്തിക സ്രോതസ്സുകളൊന്നും ഇല്ല, ഗവൺമെൻറ് വിചാരിച്ചാൽ മാത്രമേ അവർക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതൊരു ഡീമെറിറ്റാണ്. കാരണം ആൾക്കാർക്ക് അവരുടെ ഇഷ്ടത്തിന് കാര്യങ്ങൾ ചെയ്യാനൊന്നും സാധിക്കില്ല. ദെൻ പ്രൊമോട്ട്സ് കറപ്ഷൻ. അപ്പോൾ ഈ ബ്യൂറോക്രാറ്റിക് എന്തും ഈ ഗവൺമെൻറ് വിചാരിച്ചാലേ നടക്കുള്ളൂ എന്ന് പറയുന്ന സമയത്ത് ഈ ഗവൺമെൻറ് അതോറിറ്റീസ് പിന്നെ എംപ്ലോയീസിൻ്റെ ഇടയിലൊക്കെ കറപ്ഷനുള്ള സാധ്യതകൾ കൂടുതലാണ്. പ്രൊമോട്ട്സ് കറപ്ഷൻ. ദെൻ മിസ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ്. നമ്മൾ ഒരു ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ നമ്മൾ ഈ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിനെ പോലെയാണ്. പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിൽ എന്താണ്, കാട്ടിലെ തടി തേവരുടെ ആന എന്നുള്ള രീതിയിൽ നോ വൺ ഈസ് ബോതേഡ് അബൌട്ട് മാക്സിമം യൂട്ടിലൈസേഷൻ. അതേപോലെ നമുക്ക് ലാഭമൊന്നുമില്ല, ലാഭമൊക്കെ ഗവൺമെൻറ്റിനാണ് എന്നൊക്കെ വരിക്കുമ്പം ഈ എംപ്ലോയീസിൻ്റെ ഇടയിൽ ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനെന്നുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ മിസ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് ഒക്കെ വരാം. ദെൻ നോ കൺസ്യൂമർ സോവറിനിറ്റി.